ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ദാവീദ് പറയുകയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ മിണ്ടാതിരിക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. സങ്കീർത്തനക്കാരൻ അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ പറയുന്നത് 46-ന്റെ 1-ാം വാക്യത്തിൽ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നാം മിണ്ടാതിരിക്കേണ്ട സന്ദർഭം ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കഷ്ടങ്ങളിലാണ്. കഷ്ടങ്ങളിൽ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ എല്ലാ നെഗറ്റീവും പുറത്തേക്ക് വരുന്നത്. നാം ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തോട് പരാതി പറയുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ആ കഷ്ടതയിലാണ്. വാസ്തവത്തിൽ ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നിറയെ സാക്ഷ്യങ്ങൾ പറയുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. എന്നാൽ ആ സമയത്ത് നാം സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ അതിന് വില ഉണ്ടാവുകയുമില്ല. കാരണം നമ്മുടെ കഷ്ടങ്ങൾ ദൈവം നമ്മെ പല അത്ഭുതകരമായ നിലയിൽ പലപ്പോഴും നമ്മളെ വിടുവിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ ആ സന്ദർഭങ്ങളിൽ ആ സാക്ഷ്യം പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒരു പ്രസക്തി ഉണ്ടാവുകയില്ല. എന്നാൽ കഷ്ടങ്ങളെല്ലാം കഴിഞ്ഞ് ദൈവം ഒരു സന്ദർഭം തരുമ്പോൾ നമ്മളത് പ്രസ്താവിക്കുമ്പോൾ അതിന് വലിയ ദൈവത്തിന് മഹത്വവും അത് വലിയ കൃപയും നമുക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. എൻ്റെ ജീവിതത്തിലും ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനേക സംഭവങ്ങളാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നൊന്നും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കൊരു വില കിട്ടുകയില്ല. ഇപ്പോൾ അത് പറയേണ്ട സമയമായപ്പോൾ ദൈവം എന്നെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുകയും ദൈവം എന്നെ അതിനായിട്ട് തയ്യാർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല, ദൈവം നമുക്ക് അടുത്തിരിക്കുന്ന ദൈവമാണ്. ഓരോ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ദൈവം എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട്, ആ 46-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ച് കലങ്ങിയാലും എന്തെല്ലാം വികാസങ്ങൾ സംഭവിച്ചാലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കഷ്ടങ്ങളിൽ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായിട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറുവ സംഘത്തെ ഭയന്നിട്ടാണ് ഓരോ വീടുകളിലും ആളുകൾ കഴിയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറുവ സംഘത്തെ ഭയന്ന് കഴിയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഭയന്ന് കഴിയേണ്ട ആവശ്യം വാസ്തവത്തിലല്ലേ ഇല്ല. എന്നാൽ അവരും സാധാരണ ലോക മനുഷ്യരെ പോലെ ഇന്നത്തെ കാലയളവിൽ വിശ്വാസമെല്ലാം വിട്ടുഴന്ന് അവരും ലോകക്കാരെ പോലെ ഭയന്നും വിറച്ചും അവർ ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 46-ന്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമുക്കിത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവം അവനോട് കൂടെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഡാം പൊട്ടി വീണെന്ന് വന്നേക്കാം, കുറുവാക്കാർ അതിലെതിലെ ഓടിയെന്ന് വന്നേക്കാം. എന്നാൽ നാം ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ആണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനാണ് ദൈവവചനം നമുക്ക് രേഖയാക്കിയിട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? റോമർ 10:17 എന്താ പറയുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവും. അങ്ങനെയാണ് നാം ജയാളികളായിട്ട് മാറുന്നത്. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് പല അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കാണിച്ചു. വ്യത്യാസമായ രീതിയിൽ കാണിച്ചു. ഇസ്രായേലിന് സംഭവിക്കാതെയും ഇസ്രായേലിയർക്ക് സംഭവിച്ചും കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവരുടെ ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട്, ഫറവോ രാജാവിൻ്റെ ഹൃദയത്തെ കഠിനപ്പെട്ടതുകൊണ്ട് ദൈവം ഒരു ന്യായവിധി അവിടെ ഭയങ്കരമായിട്ട് നടത്തി. അവിടെ ദൈവം പറഞ്ഞു, നിങ്ങൾ ഒരു ആടിനെ എടുക്കണം, അതിനെ അറക്കണം, അതിനെ കൊന്നതിന് ശേഷം അതിൻ്റെ രക്തമെടുത്ത് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കട്ടളപ്പടി മേലും കുറുമ്പടി മേലും പുരട്ടണം. ഇന്ന് രാത്രിയിൽ സംഹാരദൂതൻ ഇതുവഴിയായിട്ട് വരും. അപ്പോൾ ഈ രക്തം അടയാളമായിരിക്കും
എന്നാൽ മിസ്രൈമ്യരുടെ വീടുകളിലെല്ലാം അവരുടെ ആദിജാതന്മാരെല്ലാം മരിക്കുവാൻ തക്കവണ്ണം കാരണമായിട്ട് തീരും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു എന്താ പറയുന്നത് സിംബലായിരുന്നു അന്ന്, ആ നിഴലായിരുന്നു അന്ന് അവിടെ ആട്ടിൻകുട്ടിയുടെ രക്തം അവർ ആ വീടിൻ്റെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയിരുന്നത്. അന്ന് രാത്രിയിൽ സംഹാരദൂതൻ വരികയാണ്. സംഹാരദൂതൻ വരുമ്പോൾ അവൻ നോക്കുമ്പോൾ ഓരോ വീടിൻ്റെ വാതിൽക്കലും യേശു രക്തമടയാളമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവമകനെ, ദൈവമകളെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തമില്ലേ ഇന്ന് പാതുകാപ്പിനായിട്ട്, പ്രൊട്ടക്ഷനായിട്ട്? അവൻ ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ അവൻ്റെ വചനത്താലും സാക്ഷ്യവചനത്താലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും എല്ലാത്തിനെയും ജയിക്കുവാൻ സാധിക്കും. നമുക്ക് ഉയർത്തുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. പിശാചിൻ്റെ കോട്ടകളെ ഇടിക്കുവാൻ, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിനെ ദൂരത്തകറ്റുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് വിശ്വാസത്താൽ തളിക്കുവാനായിട്ട് സാധിക്കും. തന്നെയല്ല, ദൈവദൂതന്മാരുടെ സഹായം നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും. ഒരു ദൂതൻ, ദൈവത്തിൻ്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ 1,85,000 പേരെയാണ് കൊന്നത്. അപ്പോൾ കുറുവാക്കാർ 10-20 പേരെ വന്നാലും നമുക്ക് ഭയപ്പെടാനായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ നിൻ്റെ ഒരു ദൂതനെ കാവലായിട്ട് നിർത്തിക്കൊള്ളണമേ, എൻ്റെ വീടിന് ചുറ്റും ഒരു കാവൽ നിർത്തിക്കൊള്ളണമേ, എനിക്ക് വന്ന് ഈ കുറുവാക്കാരൻ്റെ വീട്ടിൽ നിൻ്റെ വീടിൻ്റെ വാതിൽ വളരെ ചെറുതായിരിക്കും, മോശമായിരിക്കും, ദുർബലമായിരിക്കും, നീ അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടുകളൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു ദൂതം വന്ന് കാവൽ നിന്നാൽ ഒരു കുറുവാക്കാരും അതിൽ വരികയില്ല, അവർ നമ്മളെ ഉപദ്രവിക്കാനും പോകുന്നില്ല. ദൈവമാണ് നമുക്ക് കാവൽ നിൽക്കേണ്ടത്, ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമുക്ക് കാവൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവം നമ്മുടെ ദുർഗമാണ്, നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്. ഇനി ദൈവം നമുക്ക് തുണയായിട്ട് നിന്ന് ദൈവദൂതന്മാരെ കാവൽ ചെയ്യുന്നില്ല എങ്കിൽ നാം എന്തൊക്കെ ക്യാമറ വെച്ചാലും എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാലും അതൊന്നും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ചാരക്കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഉള്ളിൽ കയറി അവിടെ എന്ത് നടക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നതെന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചാരക്കണ്ണുകൾ അത് പ്രസിദ്ധമാണ്. എല്ലായിടത്തും അവരുടെ ചാരക്കണ്ണുകൾ എത്തും, എല്ലാ രാജ്യത്തും എത്തും. അവരെന്ത് പുതിയ സംവിധാനം കണ്ടുപിടിച്ചു, അവിടെ ആരാണ്, ഏത് നേതാവാണ് ആദ്യം മരിച്ചിരിക്കുന്നത്, നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും അവർ മുൻകൂട്ടി അറിയുന്നവരാണ്. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് ആ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ അത് റാഞ്ചിയെടുത്ത 4 വിമാനങ്ങളുമായിട്ട് അവിടെ കയറി ചെല്ലുന്നത് അവരുടെ ചാരക്കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലോകത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തേക്ക് തങ്ങളുടെ ആ ആകാശ ഗോപുരം തകർക്കുവാനായിട്ട് 2-3 വിമാനങ്ങൾ വരുന്നു എന്നുള്ളത് അവരുടെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? സങ്കീർത്തനം 127 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാര് വൃഥാ ജാഗരിക്കുന്നു. ദൈവം ഒരു പട്ടണത്തെ കാക്കുന്നില്ല എങ്കിൽ എത്ര വലിയ സൈന്യത്തെ വെച്ചാലും എത്ര വലിയ പ്രൊട്ടക്ഷൻ വേണ്ട ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും അതിനെല്ലാം മറികടന്ന് ആ പട്ടണത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് ദൈവം അവിടെ ഇവിടെയില്ല. അമേരിക്കയ്ക്ക് അത്ര വലിയ പ്രൊട്ടക്ഷനുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അവരുടെ അഭിമാന സ്തംഭമായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ അന്ന് തകർന്ന് തരിപ്പണമായി പോയി. എത്രയോ ആളുകൾ മരിച്ചു, എത്ര ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, എത്രയോ ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് മാറി, എത്രയോ മരണങ്ങളോടെ സംഭവിച്ചു. നാം എന്താണ് ഇതിൽ നിന്നെല്ലാം പഠിക്കേണ്ടത്? ദൈവം ഒരു പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ കിടന്ന് അധ്വാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. 2996 പേര് മരിച്ചു എന്നാണ് അന്നത്തെ കണക്ക്. ജീവനോടെ ഇരുന്ന് മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള അനേക ആളുകൾ വേറെ അധികമുണ്ട്. ഇന്ന് ഈ കേരളത്തിലെ കുറുവാക്കാർ വരുന്നതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട കേരള സമൂഹത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പോലീസുകാരും കിടന്ന് ജാഗരൂകരായിട്ട് ഓടുന്നുണ്ട്. എന്നാൽ ഇവരെ യഥാർത്ഥത്തിൽ ശരിക്കും ഇവരെ പിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഓരോ ദിവസവും ഒരു ഭയത്തോടെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ കിടക്കുന്നതിന് മുമ്പ് കർത്താവേ, ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ശൗല് ഒരു ചെള്ളിനെ പിടിക്കാൻ നടക്കുന്നത് പോലെ ഈ ഒരു കൊതുകിനെ, ഈ ഒരു ചെറിയ മനുഷ്യനെ പിടിക്കുവാനായിട്ട് പട്ടാളവുമായിട്ട് ദാവീദിൻ്റെ പിന്നാലെ ശൗലും കൂട്ടവും വരികയാണ്. പക്ഷേ അവൻ അദുല്ലാം ഗുഹയിലൊക്കെ കിടന്ന് അവൻ അവിടെ കിടന്നുറങ്ങി. ദൈവം അവനെ ഉറക്കി. സമാധാനത്തോടെ ഉറക്കം തരുന്നത് ദൈവമാണ് നമുക്ക് കാവൽ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ട്
നാം ചില സമയത്ത് മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ട്. ലോക മനുഷ്യനോട് ചേർന്ന് നാം അവിശ്വാസികളെ പോലെ സംസാരിക്കുവാനായിട്ട് പാടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഇന്ന് ലോകവുമായിട്ട് വളരെയധികം വിശ്വാസികൾ ഇഴുകിച്ചേർന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോ ദൈവത്തിൻ്റെ സംരക്ഷണമോ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാനുഷികമായ ശക്തികളിലും ബലങ്ങളിലും ആശ്രയിച്ച് വിശ്വാസികൾ പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൊട്ടക്ഷനൊക്കെ നല്ലത് തന്നെ, പക്ഷേ എന്നാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്തിലായിരിക്കണം? നമ്മുടെ പ്രൊട്ടക്ഷൻ കർത്താവിലായിരിക്കണം. കർത്താവ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം ഇത്രയും വലിയ രാജ്യത്തേക്ക് ആ വിമാനം ഇടിച്ചു കയറി അവരുടെ ആ അഭിമാന ഗോപുരം അവർ തകർത്ത് കളഞ്ഞു, ശത്രു തകർത്ത് കളഞ്ഞു. അപ്പോൾ ശത്രുവിനെ തടുക്കുന്നത് നമ്മുടെ ദൈവമാണ്. അവൻ നമ്മുടെ ദുർഗമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവനാണ് തടുക്കുന്നത്. അവൻ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് അവനോട് ഒരു ദൂതനെ, കർത്താവേ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ നിന്റെ ഒരു ദൂതനെ എൻ്റെ വീടിന് കാവലാക്കി വെക്കണമേ. ഒരു ദൂതനെ 1,85,000 പേരെ കൊല്ലാൻ ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ കോടിയാണ് കർത്താവിനുള്ളത്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും അവൻ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദൂതൻ നമുക്ക് കാവൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയപ്പെടുവാനായിട്ടൊന്നുമില്ല. നാം നെഗറ്റീവുകൾ പറയല്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയാം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് ഓർത്തുകൊള്ളാൻ. നിനക്ക് കഷ്ടകാലമായിരിക്കാം, നീ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം, നീ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം. പക്ഷേ ഈ ഞെരുക്കത്തിൽ നീ വെറുതെ ദുർവർത്തമാനങ്ങൾ പറയല്ലേ, വെറുതെ അവിശ്വാസമുള്ള വാക്കുകൾ പറയല്ലേ. ദൈവം നിന്നെ കൊണ്ടുവരും. ആ കഷ്ടത്തിൽ നിന്ന് ദൈവം വീണ്ടെടുക്കും. കഷ്ടത്തിൽ ദൈവം നിന്നോട് അകന്നു നിൽക്കുകയല്ല, കഷ്ടത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിട്ട് നിൽക്കുകയാണെന്നാണ് ദാവീദ് നമ്മളോട് പറയുന്നത്. ഒരു ഭാഗം കൂടി നമുക്ക് വായിച്ചു നോക്കാം. അതായത് സക്കറിയാവും എലിശബത്തും പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സക്കറിയാവും എലിശബത്തും വളരെ നീതിയുള്ള 2 ദൈവ മക്കളായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ജീവിച്ച 2 നീതിയുള്ള ദൈവഭക്തരായ മനുഷ്യരായിരുന്നു സക്കറിയാവും അവൻ്റെ ഭാര്യയായിരുന്ന എലിശബത്തും. ഇവർക്ക് പക്ഷേ മക്കളുണ്ടായിരുന്നില്ല. ഒരു മകൻ ഉണ്ടാകുവാൻ വേണ്ടി വളരെ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ വയസ്സായിട്ടും മകനെ കിട്ടിയില്ല. പക്ഷെ അവർ ശുശ്രൂഷ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവർ പുരോഹിതനായിരുന്നു സക്കറിയാവ്. അവൻ ദേവാലയത്തിൽ പോയി അവൻ തൻ്റെ ശുശ്രൂഷ എല്ലാം കോറിൻ്റെ ക്രമപ്രകാരം ചീട്ട് വീഴുമ്പോൾ, നറുക്ക് വീഴുമ്പോൾ അവനത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ അകത്ത് ധൂപം കാട്ടുവാനായിട്ട് അകത്തേക്ക് പോയി. പുറമെ ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ അവിടെ വന്നു. ഗബ്രിയേൽ ദൂതൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പട്ടാളത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ദൂതനാണ് ഗബ്രിയേൽ ദൂതൻ. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ഇവനോട് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എലിശബത്ത് മച്ചിയായിരിക്കൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. അവൻ കോറിൻ്റെ അതിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. 2 പേരും ദൈവം മുമ്പാകെ വളരെ നീതിയുള്ള ദൈവത്തിൻ്റെ ഭക്തരായിട്ടുള്ള ആളുകളായിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. അവൻ കോറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. കാരണം ഒരു ദൂതൻ വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആശ്ചര്യകരമായ ഒരു കാഴ്ച അവൻ കാണുകയാണ്. അവൻ പെട്ടെന്ന് ഭയന്നുപോയി. അപ്പോൾ ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം തരാൻ ഞാൻ വന്നതാണ്. നീ കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതിനൊരു മറുപടി തരുവാനായിട്ട് ഞാൻ വന്നതാണ്. നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുന്നതിന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ദൈവത്തിൻ്റെ ദൂതം വന്ന് സക്കറിയാവിന് കൊടുക്കുന്നത്. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നിറഞ്ഞ ഒരു ദൈവവേദനയാണ് കൊടുക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് വരേണ്ട യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ദൂതൻ വളരെ വിശദമായിട്ട് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അവനുണ്ടാകാവുന്ന ക്വാളിറ്റികൾ, അവൻ ജനിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ജനിക്കുന്ന കാര്യങ്ങളെല്ലാം യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് സക്കറിയാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സക്കറിയാവ് പറയുന്നത് എന്താണെന്നറിയാവോ? ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സക്കറിയാവ് പറയാണ്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും
എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. അതായത് ഇനി ഇതിനേക്കാൾ അത് റിജക്റ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ഞാൻ എന്തോന്നിനാണ് അറിയും, ഞങ്ങൾ വയസ്സായി, ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളായി, ഒരു സ്ത്രീക്ക് വേണ്ട മാസമുറകളെല്ലാം അവൾക്ക് നിന്നുപോയി. ഇതെന്തോന്നിനാലും അറിയാം, നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ദൂതനോട് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. സാധാരണ ഒരു ദൂതനൊന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഗബ്രിയേൽ ആകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും. ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നൊരു വാക്കുണ്ട്, സംസാരിക്കുവാൻ ഒരു കാലം, മിണ്ടാതിരിക്കുവാൻ ഒരു കാലം. ഇപ്പോൾ ദൂതൻ സെക്രട്ടറിയോട് പറയാണ്, തക്ക സമയത്ത് നിവർത്തിക്കാനുള്ള ഈ വചനം നീ വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കുന്നവരെ നീ മൗനമായിരിക്കും. ദൈവം ചിലപ്പോൾ വായങ്ങ് അടച്ചു കളയും. കാരണം നമ്മൾ ഈ അവിശ്വാസവും പിറുപിറുപ്പും പറഞ്ഞ് ദൈവത്തിന് അത് ഭയങ്കര വേദന വരുമ്പോൾ, കാരണം ഏറ്റവും ബ്ലെസ്ഡായിട്ടുള്ള വാഗ്ദത്തമാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ പറയുകയാണ് അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. പുറത്തിറങ്ങിയാൽ ജനങ്ങളോട് ഇവനത് തന്നെ പറയാൻ പോകുന്നത്, ഞാൻ ദൂതനെ കണ്ടു, ദൂതൻ വന്നിട്ട് എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു, യോഹന്നാൻ എന്ന് പറയുന്ന മകൻ ജനിക്കുക, അവന് ഈ പേര് യോഹന്നാൻ എന്ന് ഇടണം, സക്കറിയാവിൻ്റെ അപ്പൻ്റെ പേരോ സക്കറിയാവിൻ്റെ പേരൊന്നും ഇടാനായിട്ട് പാടില്ല, യോഹന്നാൻ എന്ന് തന്നെ അവന് പേരിടണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പക്ഷേ അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അവനങ്ങ് പറയാനായിട്ട് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കിയ ദൂതൻ പറഞ്ഞത്, സംഭവിക്കുന്നവരെ നീ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും സംഭവിച്ചത് അങ്ങനെ തന്നെയല്ലേ? കാരണം വെച്ചാൽ സക്കറിയാവ് ഗർഭിണിയായി. ആ കാര്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ ധ്യാനിച്ച് നോക്കാറുണ്ട്. കാരണം ഈ വാഗ്ദത്തമെല്ലാം കിട്ടിയതിന് ശേഷം അവർ എന്തോ സംഭവിച്ചെന്ന് ജനത്തിന് മനസ്സിലായി, അവിടെ അകത്തെന്തോ സംഭവിച്ചെന്ന് ജനത്തിന് മനസ്സിലായി. സക്കറിയാവ് മിണ്ടാതെ ഊമനായിട്ട് വീട്ടിൽ പോയി. ചില നാളുകൾ കഴിഞ്ഞു, 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ സക്കറിയാവിൻ്റെ ഭാര്യ ഛർദ്ദിച്ചു. അപ്പോൾ സക്കറിയാവ് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് പറ്റിയത്? ഭക്ഷണം കഴിച്ച് ദഹന കേടുവെല്ലാം ഉണ്ടായോ? അല്ല, ഭക്ഷണത്തിൻ്റെ എല്ലാം തോന്നുന്നുണ്ട്. എന്തോ അവർക്ക് മനസ്സിലായി, എന്തോ ഒരു കുഞ്ഞിൻ്റെ ഒരു അനക്കവും കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എലിസബത്തിന് ചില പ്രത്യേക ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ അവൾക്ക് മാങ്ങ തിന്നാനുള്ള ആഗ്രഹം, അവൾക്ക് മറ്റേ പുളി തിന്നാനുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള സാധാരണ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് വേണ്ട ആഗ്രഹങ്ങളെല്ലാം അവൾക്ക് ഉണ്ടായി തുടങ്ങി. പക്ഷേ ഇത് രണ്ടുപേരും ഇത് മറച്ചു വയ്ക്കുക. ഇവന് സംസാരിക്കാനും പറ്റില്ല. ഇവൻ എന്താണ് പ്രശ്നം, എന്താണ് സംഭവം? അപ്പോൾ അവൾ വയറ് കണ്ടെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ കുഞ്ഞുണ്ടാകാൻ പോകുന്നതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. 6 മാസം ഈ സംഭവം ഒളിച്ചു വെച്ചു. ഒരു മനുഷ്യൻ, അവരുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല. 6 മാസം ഈ സംഭവം അവർ ഒളിച്ചു വെച്ചു. 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയ എന്ന് പറയുന്ന യോസഫിനെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയുടെ അടുക്കൽ ചെന്നു. മറിയ അവളൊരു ഭാഗ്യവതിയായ നല്ല വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. അവളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. എന്നിട്ട് ഈ വാഗ്ദത്തങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇത് അവൾ ചോദിക്കുകയാണ്, അയ്യോ ഞാൻ പുരുഷനെ അറിയില്ല. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും? കാരണം വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എന്നിട്ട് ദൈവം ആ വചനത്തെ ഉറപ്പിക്കുവാൻ മറ്റൊരു സംഭവം അവളെ അറിയിക്കുകയാണ്. നീ ഭയപ്പെടുവൊന്നും വേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകും. നീ പുരുഷനാലല്ല, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കന്യ ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും, ദൈവം അതിനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെല്ലാം ദൈവം അവളോട് പറഞ്ഞു. എന്നിട്ട് ദൈവം അവളോട് പറയുകയാണ്, ദൂതൻ അവളോട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇത് 6-ാം മാസം. അവൾക്കറിയില്ല, എലിസബത്തിൻ്റെ സ്വന്തക്കാർക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ ഇവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ആരെയും അറിയിച്ചിട്ടില്ല. കാരണം ഇത് ഇവർക്ക് അവിശ്വാസമാണ്, ഉള്ളിലെ അവിശ്വാസമാണ്. ഇത് യാഥാർത്ഥ്യമാണോ, ഇത് വല്ല മുഴയുണ്ടായിരിക്കുന്നതാണോ, ഇത് കുഞ്ഞ് തന്നെയാണോ? ഭയങ്കര സംശയത്തിലാണ്. 6 മാസമായിട്ട് ഒരു മനുഷ്യനെ അറിയിക്കാണ്ട്, സ്വന്തക്കാരെ പോലും അറിയിക്കാതെ വെച്ചിരിക്കുക. ഇവിടുന്ന് ഈ വാർത്ത കേട്ട വഴി മറിയ ഓരോ ഓട്ടമാണ്, എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടമാണ്. അവിടെ ഓടി ചെന്നിട്ട് എലിസബത്തിനായിട്ട് സംസാരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നതും. അപ്പോൾ മറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ മറിയയുടെ ശബ്ദം കേട്ട വഴി എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തുള്ളി. എത്ര ആശ്ചര്യകരമായ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തെ അവിശ്വസിക്കില്ലേ? അവൻ നമ്മുടെ ദുർഗമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്. നാം അവിശ്വാസമുള്ള വാക്കുകളെ തുടർന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം ചിലപ്പോൾ നമ്മുടെ വായ അടച്ചു വയ്ക്കും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഏറ്റുപറയുക. നമ്മുടെ ദൈവം അവൻ വാക്കുമാറാത്ത ദൈവമാണ്. നമുക്ക് ഇനി അവിശ്വാസമാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ മിണ്ടാതിരിക്കുക, മൗനമായിരിക്കുക. വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഏറ്റുപറയുക. അപ്പുറം ഇപ്പുറം എന്തെല്ലാം നടന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
നാം ശ്രദ്ധിക്കണം, നാം മനുഷ്യൻ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കുകയും നോക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും എല്ലാം വേണം. പക്ഷെ നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ടും ദൈവത്തിലായിരിക്കണം. അവൻ നമ്മുടെ ദുർഗമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ കിടന്ന് അധ്വാനിക്കുക, ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്, കർത്താവേ, എൻ്റെ വീടിനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ, ദൈവദൂതന്മാരുടെ കാവൽ എൻ്റെ വീടിന് ചുറ്റും തരണമേ കർത്താവേ എന്ന് നീ പറയുമ്പോൾ ദൈവം അത് അപ്പം തന്നെ അത് അവിടെ കൈകാര്യം ചെയ്തുകൊള്ളും. ദൂതന്മാരെ അയച്ച് കാവലിടും. ഏത് കുറുവാക്കാരൻ വന്നാലും അങ്ങോട്ട് കയറാനായിട്ടൊരു മടി വരും. ക്യാമറ കണ്ടിട്ടൊന്നുമില്ല, അവനൊരു ഭയം വരും. എന്തോ ഇവിടെ അങ്ങോട്ട് വേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ആ വീട് മാറി അവർ പോയിക്കൊള്ളും. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റിലും പലതും സംഭവിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, മല കുലുങ്ങി കടലിൽ വീണു എന്ന് വന്നേക്കാം, അതിൻ്റെ കോപം കൊണ്ട് ഇരച്ച് കലങ്ങി പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, ഡാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് വന്നേക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ മകനെ, മകളെ, സഹോദര സഹോദരി, നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ കരുതുന്ന, നമുക്ക് വേണ്ടി 24 മണിക്കൂറും നമ്മെ കെയർ ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ മുന്നേറാം. അത് സാക്ഷ്യവചനമാണ്. എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഇടത്ത് 1000 പേരും എൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഞാൻ ഈ വാഗ്ദത്തങ്ങൾ വചനങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത്. അല്ലാതെ ഇവിടെ തങ്ങാൻ പറ്റുകയില്ല. കാരണം അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് ഞാൻ തങ്ങുന്നത്. ഇവിടെ നിറയെ തിരുടന്മാരും പ്രശ്നക്കാരുള്ള ഒരു ഏരിയയിലാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളും വാക്കുകൾ ഏറ്റുപറഞ്ഞ് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അവൻ പട്ടണം കാത്തുകൊള്ളും, അവൻ വീട് കാത്തുകൊള്ളും, അവൻ നമ്മളെ കാത്തുകൊള്ളും, അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളും, അവൻ നമുക്കുള്ള എല്ലാറ്റിനെയും അവൻ കാത്തുകൊള്ളും. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ ഉയർത്തുക. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ വീടിൻ്റെ ഓരോ മുറികളിലും തളിക്കുക. വിശ്വാസത്താൽ അന്തർബന്ധനത്തിലേക്ക് കടന്നു നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്താൽ പ്രാർത്ഥിച്ചെടുത്ത് വാങ്ങി നാം ഓരോ വീടുകളിലും വീടിൻ്റെ ഓരോ റൂമുകളിലും നമ്മുടെ 4 അതിരുകളിലും എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ ഉയർത്തുക. പിശാചും മാറിപ്പോയിക്കൊള്ളും. ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ടാകും. ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കോണം ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.